അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാം. അത്രേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്റെ വ്ളോഗ്സിൽ എല്ലാവരും വന്നിട്ട് അമ്മ എന്തേ, പാപ്പ എന്തേ, ചേച്ചി എന്തേന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമ്മാ എന്തെങ്കിലും കാണിക്കും. അപ്പൊ ഇന്നിപ്പോ ഞങ്ങളുള്ളത് കാക്കനാടാണ്. അപ്പൊ കാക്കനാട് അഭിനയം ഒരേപോലെ തോന്നുന്നുണ്ട്. എല്ലാവരും പറയുന്നത് വീഡിയോ കണ്ടു കഴിയുമ്പോ എല്ലാവരും പറയുന്നത് തനി അമ്മയാണ് അഭി. അങ്ങനെയാണെങ്കിൽ അമ്മ രക്ഷപ്പെട്ടു. എനിക്ക് അങ്ങനെ ആക്ച്വലി എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഒരാളെ അച്ഛന്റെ സുരേഷിന്റെ പോലെയാണ് അമൃത, അച്ഛന്റെ തനിച്ചായാണ്. ഇവിടെ ഇങ്ങനെ എന്റെ പോലെയാണെന്നാണ്. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ഇതിൽ ഇച്ചിരി കൂടി നല്ലതായിരുന്നു എന്നൊരു സംശയം ആയിരുന്നിരിക്കും. അമ്മയുടെ ഫോട്ടോസ് കാണുമ്പോ എനിക്ക് പിന്നെ ഇച്ചിരി താടിയൊക്കെ നീണ്ടായതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം എന്നെ കാണാൻ അങ്ങനെ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഞാൻ ഭയങ്കര സുന്ദരിയാണ്, അതും എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷീണിച്ചു. ഇനി ഭക്ഷണം കഴിക്കണം. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ഓക്കെ, എന്നും ഇങ്ങനെ വെച്ചുകൊണ്ടല്ലേ മക്കളെ ഇരിക്കണത്. പിന്നെ ഇടയ്ക്ക് അഭിരാമി വന്നിട്ട് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകും. അപ്പൊ ഞങ്ങള് ഇന്ന് എവിടെ നിന്ന് കഴിക്കും എന്നുള്ളത് ഇങ്ങനെ തപ്പട്ടെ നിർത്തിയിട്ടാണ് എടുക്കുന്നത്. നേരത്തെ ഞാൻ ഇങ്ങനെ ബാക്കിലൊരു വണ്ടി വന്നപ്പോഴത്തേക്കും ഓടിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പം അമ്മ വിലാസം എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട് കാക്കനാട്. എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെയാണ് അതിന്റെ ബാക്ക് ആൻഡ് ടീം ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിപ്പോ ഞാൻ കുറേ പണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതാണ്. നാടൻ കുറെ സംഭവങ്ങളും ഇലയിൽ ഊണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അമ്മയ്ക്ക് ഊണല്ലേ, ഊണിനുള്ള മൂടല്ലേ അമ്മയ്ക്ക്? ഉച്ചയ്ക്ക് ഊണിനുള്ള മൂഡ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നമുക്ക് കോണ്ടിനെന്റൽ സാധനങ്ങൾ, പക്ഷെ പാസ്ത ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ സിസ്ലർ പുക വരുന്ന പ്ലേറ്റുകൾ എന്ന് പറയും, പ്ലേറ്റിൽ നിന്ന് പുക വരുന്ന സാധനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. അതിനകത്ത് ബ്രോക്കോളിയും അതും ഇതൊക്കെ ഇങ്ങനെ വരുമല്ല, പച്ച മഞ്ഞയും പച്ചയും ഒക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങള് അമ്മ വിലാസം ഉണ്ടോ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകും. പോകുന്ന എന്തായാലും കാണിച്ചു തരാം, പാപ്പവും കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓരോ വീടുകളെയൊക്കെ നോക്കി സംസാരിക്കണേ. അമ്മ ഈ കാടുകളും വീടുകളും ഒക്കെ കാണുമ്പോ ഇങ്ങനെ നോക്കിയിരുന്ന് സംസാരിക്കും എപ്പോഴും. നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ട്, നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയാണ്. അപ്പൊ അത് കണ്ടപ്പോ നോക്കി ഒരു കമന്റ് പറഞ്ഞു, അത്ര. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു വഴി മിസ്സായത്. ഒരു മിനിറ്റ്, അങ്ങനെ മിസ്സായില്ല, അങ്ങനെ മിസ്സായില്ല കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടിട്ട് ലോകം മൊത്തം ചുറ്റുണ്ടല്ലോ. അമ്മവിലാസം എവിടെയാന്ന് പോലും അറിയില്ല. ചോറ് കഴിക്കാനുള്ളപ്പോ കാരണം തന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ലേറ്റ് ആവും, വിശപ്പ് ഉണ്ട്. അത് കാരണം ചോറൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക തീരം ഉണ്ടാക്കിയിട്ടുണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം ഉണ്ട്, തൈരുണ്ട്. ഇത്ര സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാപ്പ വരുമ്പോ കഴിക്കട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എത്തിന്ന് തോന്നണു. അമ്മ വിലാസിന്റെ ബോർഡ് ഉണ്ട്. ഞാൻ കുറെ ഇതേ ഉണ്ട് നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുപാട് കാലമായി. പണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കായിരുന്നു, അടിപൊളിയായിരുന്നു സംഭവം. പണ്ട് ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ട് മറ്റേ ആ കേക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാക്കനാടായിരുന്നല്ലോ. യെസ്, അപ്പൊ ഇതാണ് അമ്മ വിലാസം, ഈ ലെഫ്റ്റിൽ കാണുന്നത്. പാർക്ക് ചെയ്ത് സമാധാനമായിട്ട് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടോ. റൂമൊന്നുമില്ല, ജസ്റ്റ് അമ്മ വിലാസം ഭക്ഷണശാല എന്നാണ് എൻ്റെ പേര്. നല്ല അടിപൊളി വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കാക്കനാടിലുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ. ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഭയങ്കര ഫേമസ് സ്ഥലമാണ്. എനിക്ക് ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ സ്ഥലത്താ വേദന. ഇന്ന് ഉപ്പൂറ്റിയാണെങ്കിൽ ഇന്ന് ബോഡി ശരിയായി എന്ന് പറഞ്ഞാൽ അതേ വേദന എടുക്കണം ഉപ്പൂറ്റി. ഓക്കെ, പോട്ടെ. വൈറ്റമിൻ ഡി കിട്ടട്ടെ വെയിലത്ത്. ഭയങ്കര ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കോൺഷ്യസ് അമ്മയാണ്. വെയിൽ കൊണ്ടാലും വൈറ്റമിൻ ഡി. അങ്ങനെ ഞങ്ങൾ അമ്മവിലാസത്തിൽ നല്ലൊരു ടേബിൾ കിട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഉച്ചയായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ കറക്റ്റ് 12 o'clock കഴിഞ്ഞപ്പോൾ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ ഓർഡർ എടുക്കാനൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ഇവർ കഞ്ഞിവെള്ളവും അതുപോലെ മാങ്ങയുടെ ഒരു ഡ്രിങ്കും തന്നിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വെരി റിഫ്രഷിങ് ആയിരുന്നു സംഭവം. ആണോ? പാവം മാങ്ങയില്ലേ, മാങ്ങ അതൊക്കെ എന്തോ അതിൻ്റെ ഒരു ഫ്ലേവറാണ്. നല്ല സൂതിങ്. കുടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ.
അപ്പോൾ ആ മാങ്ങയുടെ ഇതെന്ന് പറയുന്നത് മാങ്ങയുടെ പൾപ്പ് നല്ല രീതിക്ക് ഡൈല്യൂട്ട് ചെയ്ത് നല്ല തണുത്ത ഒരു സംഭവമായിരുന്നു. അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം തന്നായിരുന്നു. ഞങ്ങൾ എലവോണാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം അതായത് 120 റുപ്പീസാണ് ഒരു എലവോണിന്. പക്ഷേ ഒരു എലവോണ് തന്നെ സ്പെഷ്യൽ ഇല്ലാതെയും പെട്ടെന്ന് കഴിക്കാനൊക്കെയുള്ള അത്യാവശ്യം നല്ല രീതിക്ക് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻകറി, സാമ്പാർ, രസം, പുളിശ്ശേരി, മോര്, പിന്നെ അച്ചാർ, ബീട്രൂട്ട്, ഒരു പച്ചടി പോലത്തെ ഒരു ഇത്, ക്യാബേജ് ആയിരുന്നില്ല, മത്തങ്ങ എരിശ്ശേരി, പിന്നെ എന്തായിരുന്നു അവിയൽ. ഇത്രയും സാധനം കൂട്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് കഴിക്കാം. പിന്നെ ഞങ്ങൾ ആ മാങ്ങയുടെ ഡ്രിങ്ക് ഒന്നും കൂടെ പറഞ്ഞു. അതുകൂടാതെ ഞങ്ങൾ സ്പെഷ്യൽസ് ആയിട്ട് വാങ്ങിച്ചത് പ്രോൺസ്. എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ എനിക്ക് ജീവൻ ഹേ. അപ്പോൾ ചെമ്മീൻ, അതുപോലെ കക്ക നല്ല റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് പറ്റിയ പോർഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം ബില്ല് കാണിക്കുമ്പം കാണിച്ചു തരാം. എല്ലാം ഈ പറഞ്ഞ കൂട്ട് പ്രത്യേകിച്ച് ഡിലേ ഒന്നും ഇല്ലാതെ കറക്റ്റ് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത അതാണല്ലോ. നമ്മൾ ഊണ് കഴിക്കാൻ പോകുമ്പം നമുക്ക് വേഗം ഫുഡ് കിട്ടുന്നതിനകത്താണ് നമ്മുടെ ആ ഒരു ഇത്. ബാക്കി ഇപ്പം ഞങ്ങളുടെ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതും അപ്പോൾ ഓർഡറിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പം ഊണിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. പക്ഷെ ചില സ്ഥലത്ത് ഡിലേ എന്നാലും ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെ ഡിലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മുമ്പത്തേക്കാൾ കുറെ കൂടെ ടേസ്റ്റ് ഇഷ്ടമായി. സ്പെഷ്യൽസും എല്ലാം കൂട്ടി നല്ല രുചിയായിരുന്നു. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ കിളിമീനും പറഞ്ഞിരുന്നു. മീനുകളിൽ ചില മീനുകളിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഭയങ്കര നൊസ്റ്റാൾജിയും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ കിളിമീൻ എന്ന് പറയാൻ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പണ്ട് വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൊതി, ഇപ്പം സപ്പോസ് ചില ദിവസത്തിൽ ഞണ്ടൊക്കെ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ വരുമ്പോഴത്തേക്കും ആ ദിവസം നമ്മൾ അച്ഛയടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അച്ഛൻ ഞണ്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു കിളിമീൻ. അപ്പോൾ ഇതുപോലെ അച്ഛ ഉള്ള സമയത്ത് ചില ദിവസങ്ങളെ കിളിമീൻ വറുത്തത് കഴിക്കാൻ ഇങ്ങനെ കൊതിയിട്ടിരിക്കുമ്പോൾ അച്ഛ വളരെ ഓർഗാനിക്കായിട്ട് നമ്മുടെ ആ ഒരു ബന്ധത്തിൻ്റെയാണ് അമ്മ പറയും പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയാം. അതുപോലെ തന്നെയാണ് നല്ല അച്ഛന്മാരായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കിളിമീൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ വന്നതാണ്. ടോട്ടൽ 640 റുപ്പീസാണ് ആയത്. ചോറിന് 120 രൂപ, ബാക്കി സ്പെഷ്യൽസിൻ്റെ കിളിമീനിന് 120, പിന്നെ ചെമ്മീനിന് 210, കക്കിക്ക് 70 രൂപ. ആൻഡ് ഇറ്റ് വാസ് വെരി വർത്ത്. ഞങ്ങൾ വന്ന പോലെ അല്ല, ഇറങ്ങാൻ നേരമായപ്പോഴത്തേക്ക് നല്ല തിരക്കായി. നല്ലോണം ഇഷ്ടപ്പെട്ടോ? ഒരു വെൽക്കം ഡ്രിങ്ക് പോലത്തെ ഒരു ചെറിയൊരു മാങ്ങയുടെ, അതായത് മാങ്ങ ഇങ്ങനെ പൾപ്പ് ഇങ്ങനെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ആണെന്ന് തോന്നുന്നു. ഒരു കവളേ ഉള്ളൂ, ഒരു കുഞ്ഞു ഗ്ലാസ്സിലേ ഉള്ളൂ. പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു. അവസാനം ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. പിന്നെ മീൽസിന് 120 രൂപയാണ്. സ്പെഷ്യൽ മീൽസ് ആയിരുന്നു ഇലയിലുള്ളത്. കിളിമീൻ 120, ചെമ്മീൻ പൊരിച്ചത് 210, കക്ക വറുത്തത് 70 റുപ്പീസ്. അതിനുള്ള പോർഷനും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം എല്ലായിടത്തും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ പണ്ട് എപ്പോഴും ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. പണ്ട് അമ്മവിലാസം വാസ് സ്ഥിരം സ്പോട്ട്. റാബർ കാക്കനാട് ഭാഗത്തേക്ക് തന്നെ ഒരുപാട് വരാറുണ്ട് പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് വരില്ല. പക്ഷെ കുറെ കാലത്തിന് ശേഷം കഴിച്ച നല്ല രുചി ഉണ്ടായിരുന്നു. തിരിച്ച് അത് ചൂടത്തേക്കൊക്കെ ഇറങ്ങും. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ എന്തായാലും പോട്ടെ. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ഇല്ല, അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ ബൈ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പതിഞ്ഞു പോയേ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ ജിമ്മിനി കുട്ടിയുടെ കൂടെ പോട്ടെ കേട്ടോ. ഓക്കെ, അമ്മയോട് ഓക്കെ ഗൈസ്, അപ്പൊ ശരിക്കും പോവാണേ. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെയാണ്. അത് അമ്മ ഇവിടെ കാക്കനാട് സൈഡുള്ള, കാക്കനാട് ഉള്ളവർക്ക് ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു സ്ഥലമാണ്. നമ്മ കാക്കനാടായിട്ട് ഒട്ടും അമ്മയ്ക്ക് വൈറ്റിലേന്ന് വരുമ്പോ അത്യാവശ്യം ഇതായിട്ട് തോന്നും. ഓക്കെ, സോ ഗൈസ്, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.